ഇതിന് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല മോനെ. ഞാൻ അത്രയും വളർന്നിട്ടില്ലടാ. അളിയാ അത്രയൊക്കെ കിടുവന്ന് പൊളിച്ചത് നമ്മള്. നിന്റെ ഡിസൈൻ എന്റെ പൊന്നടാവേ. അതെന്റെ പൂ സെലക്ഷൻ ആണ് ഈ കൂടുതൽ ഇഷ്ടപ്പെട്ടെ. പ്ലാനിങ് ആയിരുന്നു നമ്മുടെ. അല്ല പിന്നെ നമ്മളങ്ങ് കിട്ടുമല്ലേ? ഞങ്ങളല്ലേ പൂ പറിച്ചോണ്ട് വന്നേ, എന്നിട്ട് ഞങ്ങളോട് ചോദിക്കാതിരുന്നാ? അതിപ്പോ പൂക്കളം ആരാളും ഇട്ടാ പോരെ? അതൊന്നും പറ്റൂല. നോക്ക്, നമ്മളടുത്ത് ചോദിക്കാതെ പൂക്കളം ഇട്ടേ. ഞാനല്ലട്ടോ. അത് ഞങ്ങള് കണ്ടു പോയിരിക്കുന്നുണ്ട്, എടുത്തും കിട്ടു. ഞെട്ടിയില്ലേ? ഞെട്ടില്ലേ? നല്ലൊരു ദിവസം ഞങ്ങള് കഷ്ടപ്പെട്ട് പറിച്ചോണ്ട് വന്ന പൂവല്ല, അപ്പൊ ഞങ്ങള് വേണ്ട പൂക്കളൂടെ. ഞാന് കഷ്ടപ്പെട്ട് പുറത്തോണ്ട് പൂക്കളം ഇട്ടാ പോരെ? പറ്റത്തില്ല, പറ്റത്തില്ല. ഞങ്ങളുടെ പൂക്കളം എന്തോ കുഴപ്പം? അപ്പൊ പറ. കൊള്ളത്തില്ല. അത് കൊള്ളത്തില്ലെന്നോ? ഇത് കൊള്ളത്തില്ലെന്നോ? അതിനേക്കാളും നല്ല പൂക്കളം എനിക്കിടാൻ പറ്റും. തേങ്ങ പറ്റും. ഞാൻ നല്ല ഒന്നാമത്തെ ഡിസൈൻ കണ്ടുവെച്ചോണ്ടിരുന്നത്, അറിയോ? കണ്ടുവെച്ചോണ്ടിരുന്ന പോലെ വന്ന് ഇടണം. അല്ല പൂ ഉണ്ടെന്ന് വെച്ചിട്ട് അവര് പോക്കങ്ങ് പോവില്ല. ഞങ്ങൾ കൈ കാലം മുഖം കഴുകാൻ പോയതല്ലേ. ഇത്രയും നേരം കൈ കാലം ഞങ്ങളുടെ ഒരു പൂക്കളം ഇട്ട് എന്നിട്ടാണ് പറഞ്ഞത്. പിന്നെ ചേച്ചു മാസത്തിലെത്തോളൂട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ആൾക്കാരെ കാണിച്ചിട്ടല്ലേ? എന്താ ഇത്? ഓണകാലമായിട്ട് ഒരു സമാധാനം തരത്തില്ലയോ? എന്തോ എന്റെ സിദ്ധു, എന്തോ ഇവിടെ ബഹളം? അമ്മ നെച്ചൂസ് ചുമ്മാ അലമ്പുണ്ടാക്കുക. അവള് ചുമ്മാ ആവശ്യമില്ലാതെ ഒന്നും പറയത്തില്ല. എന്തുവാ കാര്യം മോളെ? അമ്മ രാവിലെ എണീറ്റ് ഞാനും എന്റെ പിള്ളേരും അതുപോലെ തന്നെ അപ്പൂപ്പനും കൂടി ഈ കണ്ട പറമ്പൊക്കെ നടന്നതേ കുറച്ച് പൂക്കളൊക്കെ പറിച്ചോണ്ട് വന്ന്. അതെന്തിനാ? ഞങ്ങൾക്ക് പൂക്കൾ ഇടാൻ വേണ്ടിട്ടല്ലേ. അത് ഇവിടെ ഞങ്ങൾ വെച്ചതാ, അതെടുത്ത് ഇവര് പൂക്കളം ഇട്ടു. എന്താണ് ഞങ്ങളുടെ പൂക്കളം നിങ്ങളുടെ പൂക്കളം എല്ലാം പൂക്കളം തന്നെ ലാരിട്ടാലും അല്ല. ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചേച്ചിക്ക് കലാബോധം എന്ന് പറഞ്ഞൊരു സാധനം തൊട്ട് തീണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതങ്ങ് ഇട്ടത്. ചേട്ടനാ കലാബോധം ഇല്ലാത്തത്. ആടി പറഞ്ഞ എനിക്ക് കലാബോധം ഇല്ലെന്ന്? എനിക്ക് കലാബോധമൊക്കെ ഉണ്ട്. അതെ അതെ, ഇതല്ലേ നിന്റെ കലാബോധം. ഏതുണ്ട്? സൂപ്പറല്ലേ, നല്ല ഭംഗിയില്ലേ? ഒരുമാതിരി ഛർദിച്ചിട്ട പോലെ. അതെ, നിങ്ങൾക്കൊക്കെ പൂക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പൂവൊക്കെ പറിച്ചോണ്ട് വന്ന് അല്ലെങ്കിൽ മേടിച്ചോണ്ട് വന്ന് ഇടണായിരുന്നു. അല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പറിച്ചോണ്ട് വന്ന പൂ കൊണ്ടല്ല പൂക്കൾ ഉണ്ടത്. ഓ മോളെ ലച്ചുവേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നിപ്പൊ അവര് പൂക്കളം ഇട്ടു, നാളെ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ പൂക്കളം ഇട്ടോ. അപ്പൊ പിന്നെ ഇവിടെ വഴക്കുണ്ടാവില്ലല്ലോ. അത് പറ്റൂല, 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 പറ്റൂല. ഇപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം? നിങ്ങൾക്കും പൂക്കളം ഇടണം, ഇവർക്കും പൂക്കളം ഇടണം, അത്രയല്ലേ ഉള്ളൂ. നാളെ നേരം വെളുക്കുമ്പോ രണ്ടുപേരും ഓരോ പൂക്കളം ഇട്ടേ. ഒരു വീട്ടിലെങ്ങനെ രണ്ട് പൂക്കളം? അതൊക്കെ ഭയങ്കര ദോഷമാ. അത് കുഴപ്പമില്ല സീതേ, നാളെ രണ്ട് ടീമും ഓരോ പൂക്കളം ഇട്ടേ. ഏറ്റവും നല്ല പൂക്കളത്തിന് എന്റെ വക ഒരു സമ്മാനം. എന്ത് പറയുന്നു? ഡീലിനുണ്ടോ? എന്നാ പിന്നെ ശരി, മത്സരത്തിന് ഞങ്ങൾ സമ്മതിച്ചിരിക്കണേ. ഡീൽ ഓക്കെ. അതെ, ഈ പൂക്കളം ഇടുന്ന മത്സരത്തിന് എന്തെങ്കിലും നിബന്ധനയുണ്ടോ? നിബന്ധന ഉണ്ട്. പൂക്കളത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു കുറഞ്ഞത് ഒരു 2 തരം നാടൻ പൂവെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടാവണം. പിന്നെ ജഡ്ജ് ഞാനായിരിക്കും. ജഡ്ജിന്റെ തീരുമാനം അന്തിമമായിരിക്കും. ചേച്ചി, ഈ ചെത്തിപ്പൂവേ നമ്മളെ വിട്ടുകൊടുക്കരുത്. നാടൻ പൂ കിട്ടാനേ ഭയങ്കര പാടാ. പൂക്കളത്തിൽ ഒരുപാട് നാടൻ പൂക്കൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് പ്രൈസ് അടിക്കും. പക്ഷെ പടവല ആയിരുന്നെങ്കിൽ കുറെ പൂക്കൾ കിട്ടിയായിരുന്നു അല്ലേ? അത് ഗ്രാമപ്രദേശല്ലേ, അവിടെ ഇഷ്ടം പോലെ നാടൻ പൂക്കൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് പോയി പറിച്ചുകൊണ്ട് വരാനുള്ള സമയമില്ലാണ്ടായി. ഇവിടെ സിറ്റി അല്ലേ, ഇവിടെ എവിടെ നോക്കിയാലും വീടും ബിൽഡിങ്സും മാത്രമേ ഉള്ളൂ. അപ്പൊ നാടൻ പൂക്കൾക്ക് വളരെ സ്ഥലവുമില്ല. അതുകൊണ്ട് ഇവിടെ എന്തോരം പൂക്കളൊക്കെ ഉണ്ടായിരുന്നറിയോ? തുമ്പ, കാക്കപ്പൂവ്,
നന്ദിയാർ വട്ടം, കൃഷ്ണകിരീടം. വരെ ഇപ്പൊ ഒരു തുളസി തൈ പോലും കാണാൻ കിട്ടാറില്ല. അതെന്താ കാണാത്തെ? അതല്ലേ പറഞ്ഞേ ഇവിടെ വളരെ സ്ഥലവുമില്ലെന്ന്. ചേച്ചി, എങ്ങാണ് അവര് നമ്മളെ തോപ്പിച്ചാലാ? നിനക്ക് തോന്നുന്നുണ്ടോ വേറെ ഈ മണ്ടന്മാര് നമ്മളെ തോപ്പിക്കൂന്ന്? ഓ അളയാ, തെച്ചി ഇവിടെ ഉണ്ട്. ഇനി ബാക്കി പൂവിന്റെ അറേഞ്ച് ചെയ്താൽ മതി. മൊത്തം എടുത്തോ. തെച്ചി എവിടെയുണ്ടെന്ന്? ഇതേ നമ്മള് ബുക്ക് ചെയ്തതാ, കണ്ടില്ലേ കാവല് നിൽക്കുന്നേ? ബുക്ക് ചെയ്താന്ന്. ബുക്ക് ചെയ്തോണ്ടിരിക്കത്തേ ഉള്ളൂ. ഇത് ഞങ്ങൾക്കുള്ളതാ. അത് കാണണമല്ലോ. കാണണമല്ലോ. ആ കാണിച്ചു തരാം. എന്നാ ഇപ്പഴേ പറിച്ചു വയ്ക്കാളെ. സെന്റിമെന്റ്സ് ഇറക്ക്. കല്ലൂസേ, നിന്റെ അച്ഛനാണ്. ആവശ്യം വന്നാ പറയാം. എന്ത് പറഞ്ഞു നേരിട്ട് ഞങ്ങള് സ്പീക്കറി പിള്ളേരുടെ വാരിക്കണ കേൾക്കാതെ പോവാൻ നോക്ക്. നമ്മളെ എന്നാ പിന്നെ ഇത് പറച്ചിട്ടേ ഉള്ളൂ വായിക്കാര്.